ഈ സിനിമയ്ക്ക് ഒരു ഘടനയും കൂടെ ഉണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ കൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ജീവിതത്തിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചിലപ്പോൾ വേറെ ആൾക്ക് വേറൊരു കഷ്ണമായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുക. യൂസ് ചെയ്താണ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും എന്താണ് ആ പേപ്പർ മീൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടന്റ് മനസ്സിലാവണമെങ്കിൽ പടം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റാർഡം ഉണ്ടെങ്കിൽ കാണാതെ തന്നെ പറയാൻ പറ്റും, ഇപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളെ കണ്ടന്റ് മനസ്സിലാവണമെങ്കിൽ കണ്ടന്റ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സിനിമാത്തേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് ഇന്നുള്ളത് ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയുടെ സംവിധായകൻ റൈറ്റർ ജിജോ സെബാസ്റ്റ്യനാണ്. അപ്പം നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. അപ്പം നമ്മുടെ ജെറിയുടെ ആൺമക്കളാണ് ഏറ്റവും പുതിയ വിശേഷം. അതെ. അപ്പം എന്താണ് ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിനിമയുടെ എന്താണ്? ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇമോഷണൽ ഡ്രാമയാണ്, ഒരു ഇമോഷണൽ ട്രാവലോഗാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റാണ്. ഇതിന്റെ ഇതിവൃത്തം വേണമെങ്കിൽ നമുക്ക് ഒരു ലൈനിൽ വേണമെങ്കിൽ ഒതുക്കാം. സ്വന്തം ഭവനത്തിൽ ഒരാള് അപരിചിതനായി മാറുകയാണ്. അങ്ങനെ ആ അപരിചിതനായി മാറുന്ന ആള് എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ലൈഫിൽ നിന്ന്, ആ അപരിചിതമായ ലൈഫിൽ നിന്ന് തൻ്റെ ഒറിജിനാലിറ്റിയിലേക്ക് തിരിച്ചു വരിക, അത് എങ്ങനെ വരാൻ പറ്റും? ഇത് കുറച്ച് ഇല്യൂഷൻ ആയിട്ട് തോന്നുന്ന സംഭവമാണോ അതോ ശരിക്കും റിയൽ ലൈഫിൽ നമുക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഞാനൊരു ഉദാഹരണം പറയുന്നത് വെച്ചാൽ, ഞാനിപ്പം സിനിമ ആദ്യം മുതൽ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ പലരോടും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പം നിങ്ങളൊരു വിദേശ രാജ്യത്ത് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പം നിങ്ങളെ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? ഇപ്പം നിങ്ങൾ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഞാൻ ഇന്നയാൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പേര് പറഞ്ഞ് പരിചയപ്പെടുകയും നിങ്ങൾ ഹലോ പറഞ്ഞിട്ട് ഷെയ്ക്കാൻ്റെ കൊടുത്ത് സ്വീകരിക്കും. അതേ ഒരു മുഹൂർത്തം ഈ സിനിമയിലും ഉണ്ട്. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പിതാവ് തൻ്റെ ആൺമക്കളാൽ പരീക്ഷിക്കപ്പെടുകയാണ് ആദ്യമേ തന്നെ. അപ്പോൾ ഇളയ കുട്ടി മൂത്ത കുട്ടിയോട് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ആ ആൾ തന്നെയാണോ ഈ ആൾ എന്ന് ചോദിക്കുകയാണ്. അപ്പം മൂത്ത കുട്ടി ഇളയ കുട്ടിക്ക് തിരുത്തി കൊടുക്കുകയാണ്, യെസ്, നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ആ പപ്പ തന്നെയാണ് ഈ പപ്പ എന്ന് പറയുമ്പം അവിടെയും തീരുന്നില്ല. ഇളയ കുട്ടി ആ അപ്പന് ഇങ്ങനെ കൊടുക്കുകയാണ്, ഹലോ പപ്പ, വെൽക്കം എന്ന് പറയാണ്. അപ്പോൾ ആ ഒരു ഭീകരാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും. സ്വന്തം ഭവനത്തിൽ ഒരു പിതാവ് ഗസ്റ്റായി മാറുകയാണ്, സ്ട്രേഞ്ചറായി മാറുകയാണ്. അപ്പൊ ആ സ്ട്രേഞ്ചറായി മാറുന്ന അദ്ദേഹം തനിക്ക് ശേഷിച്ച അവധിക്കാലം ആ സ്ട്രേഞ്ചർ എന്ന് പറയുന്ന ആ സ്വത്വത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത്, ഇല്ല ഞാനാണ് നിങ്ങളുടെ ഫാദർ, ഐ എം യുവർ പപ്പ, അല്ല ഐ എം യുവർ ഫാദർ എന്ന് ആ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സിനിമ എനിക്കൊന്നും തീർച്ചയായിട്ടും പ്രവാസികൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു, പ്രവാസികൾക്ക് മാത്രമല്ല ഇത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മൾ സോൾജേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും, ബോർഡറിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും, മറൈൻ എഞ്ചിനീയറിംഗിൽ പോകുന്ന ആളുകളുണ്ട്, എന്തിനേറെ തിരുവനന്തപുരത്ത് വീടുണ്ട്, കാസർഗോഡ് ജോലി ചെയ്യുന്ന ഈ സർക്കാർ ജോലിക്കാരാണ്. അവർക്ക് വരെ ഇത് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ്, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ഈ സിനിമയ്ക്കൊരു ഘടനയും കൂടെ ഉണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ കൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന ആ ഒരു പ്രോസസ്സിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസിഡൻസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഇൻസിഡൻറ്റുകളെ എവിടെ നിങ്ങൾ മുറിച്ച് നിങ്ങൾ പരിശോധിച്ചാലും ഒരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചിലപ്പോൾ വേറെ ആൾക്ക് വേറൊരു കഷ്ണമായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ റിലേറ്റ് ചെയ്ത് പോയിട്ട് ഞാൻ എൻ്റെ സ്വത്വം തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ സ്നേഹം ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കി തരുന്ന സിനിമയാണ്. അതിന് ഉപദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ല. ഈ കാലഘട്ടത്തിൽ ഉപദേശം കൊടുത്താൽ ആരും കേൾക്കത്തുമില്ല. ഓക്കെ, അപ്പൊ തനിയെ മനസ്സിലാക്കിയിട്ട് തനിയെ എൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഞാൻ എങ്ങനെ ഇതിൽ തിരിച്ചറിയണം മനസ്സിലാക്കുന്ന ഒരു സിനിമയാണ്. അത് സ്വയം കണ്ട് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സിനിമയുടെ കൺസെപ്റ്റ് ടീസർ കണ്ടപ്പോൾ തന്നെ അതിനിപ്പം ടച്ച് ഓഫ് ലവിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് തോന്നി. അതിനകത്ത് ഇപ്പം എനിക്ക് തോന്നുന്ന കുട്ടി ഫാദറിന്റെയും അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ സ്പർശനത്തിന് ഒരുപാട് ആഗ്രഹിക്കുന്ന കുറെ മുഹൂർത്തങ്ങൾ. അത് വളരെ കറക്റ്റ് ആണ്. അത് കൂടുതൽ ഡീറ്റെയിൽ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിത് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്. ആ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അപരിചിതത്വമാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ ഈ അപരിചിതത്വം
എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ സിംബലൈസ് ചെയ്യാൻ പറ്റും, സിംബോളിക് ആക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് സെപ്പറേഷൻ. അപ്പോൾ സെപ്പറേഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഒരു മതിൽ അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ അതിനിടയിൽ വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് അതിലൊരു ചെറിയൊരു ഓപ്പണിങ്, ആ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആക്സസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈഫിൽ ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതെല്ലാം നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ ലിമിറ്റഡ് ആക്സസിലൂടെ അത് തിരിച്ചറിഞ്ഞ് ആ ഒബ്സ്റ്റക്കിളിനെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു ഘടനാവിശേഷം അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ഈ സിനിമയിൽ ഞാൻ തന്ത്രപൂർവ്വം യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ബോധപൂർവം തന്നെ യൂസ് ചെയ്തതാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും എന്താണ് ആ പേപ്പർ മീൻ ചെയ്യുന്നത്, ആ തൊടൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്. ചിലപ്പോൾ പലർക്കും പല രീതിയിൽ വരാം. ചിലർക്ക് ചിലപ്പോൾ അത് ഒരു സെക്സ് കണ്ടന്റ് ആയിട്ട് തോന്നിയേക്കാം, ചിലർക്ക് അതൊരു ലവിന്റെ കണ്ടന്റ് ആയിട്ട് തോന്നിയേക്കാം, ചിലർക്ക് അത് ചിലപ്പോൾ നമ്മുടെ അത് തന്നെ ചിലപ്പോൾ ജന്മാന്തരങ്ങളുടെ ബന്ധങ്ങൾ തമ്മിലുള്ള അകലമൊക്കെ തോന്നിക്കാം. അത് സാധ്യതയുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത് റിലേറ്റ് ചെയ്യുക. അതിന് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ തന്നെ പിക്ക് ചെയ്യണം. ലെഫ്റ്റ് ഓഡിയൻസ് ആണ്. കറക്റ്റ്, ലെഫ്റ്റ് ഓഡിയൻസ്. കറക്റ്റ്. ഇപ്പം അതിലെ ആ കുട്ടിയുടെ കഥാപാത്രം നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ അതിനകത്ത് ഇമോഷണൽ ഭയങ്കര ഡെപ്ത് ആയിട്ടാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. കറക്റ്റ്, തീർച്ചയായിട്ടും. അപ്പം അതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ടച്ച് ഓഫ് ലവ് എന്ന് പറയുന്ന സംഭവം അത് എങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണോ അത് കിട്ടിയത്, അതോ ലൈക്ക് അത് കഥ എഴുതി പോയ സമയത്ത് കൃത്യമായിട്ട്? അല്ല, ആക്ച്വലി ഞാൻ കുറച്ചുനാള് പ്രവാസിയായിരുന്ന ഒരാളാണ്. ഞാൻ പ്രവാസിയായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവമുണ്ട്, ഞാൻ വായിച്ചിറങ്ങിയ അനുഭവങ്ങളുണ്ട്. ചില വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു എനിക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ആ എക്സ്പീരിയൻസിനെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു കിടത്തേണ്ടി വരും. നമുക്ക് ഡയറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അത് എത്രത്തോളം നമ്മൾ ആ ഒളിച്ചു കടത്തി കൊണ്ടുപോയി അതിന്റെ പീക്ക് ലെവൽ എത്തിക്കുന്നോ അവിടെ നമ്മൾ വിജയിക്കാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് സ്റ്റാർട്ടിങ് പോലെ തന്നെ ഈ കുട്ടിയുടെ മനസ്സിലൂടെ പോയി ആ പേപ്പറിലേക്ക് എത്തി, പേപ്പർ ട്രാവൽ ചെയ്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടീച്ചർ, ആദ്യം പേപ്പർ, പിന്നെ പേപ്പറില്ല, പിന്നെ കുട്ടി മാത്രം. അപ്പൊ അത് ജേർണി ഒബ്സ്റ്റക്കിളാണ്. ഒബ്സ്റ്റക്കിള് കീറുന്നു, കീറിപ്പോകുന്നു, ദ്വാരം വലുതാവുന്നു, എന്നുവെച്ചാൽ സ്നേഹത്തിലേക്കുള്ള അകലം കൂടുന്നു, സ്നേഹം ഇല്ലാണ്ടാവുന്നു, പ്യുവർ സ്നേഹത്തിലേക്ക് എത്തുന്നു. അപ്പം അതിനകത്ത് ലാസ്റ്റ് ഒരു ടാഗിലേക്ക് കൂടെ പറയുന്നുണ്ട്, എ ഫാമിലി ഫാൾസ് എപ്പാർട്ട്, ലവ് പുട്ട് ഇറ്റ് ബാക്ക് ടുഗദർ എന്ന് പറയുന്നുണ്ട്. അത് ആ ലവ് ആ കുട്ടിയുടെ ഇതിൽ നിന്ന് തന്നെ രൂപപ്പെടുന്നതായിട്ട് ചിലർക്ക് തോന്നാം, ചിലർക്ക് ഹസ്ബൻഡ് വൈഫിനെ തിരിച്ചറിഞ്ഞായിട്ട് തോന്നാം, ചില വൈഫ് ഹസ്ബൻഡിനെ തിരിച്ചറിഞ്ഞിട്ട്. സീരിയസ്ലി ഇതൊരു ഇമോഷണൽ കൈകാര്യം ചെയ്യുന്ന ഒരു മൂവി തന്നെ. പക്ഷെ അത് നിങ്ങളത് റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ നല്ലതെന്നാണ് എനിക്ക് സിനിമയിൽ എനിക്ക് തോന്നുന്നത്. ഒരു ഫാദർ മകൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ മകൻ റിലേഷനേക്കാളും ഉപരി സ്ത്രീ അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള പങ്ക് എത്രത്തോളം അതിലുണ്ട്? ഇതെന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്കിത് എന്തുകൊണ്ട് ഇത് ജയയുടെ ആൺമക്കൾ എന്ന് പേരിട്ടു, ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആണോ, ഇതൊരു മെയിൽ ഓറിയന്റഡ് ആണോ, ഇതെന്താണ് ഇതിന്റെ ജോണ്, എല്ലാം ചോദിക്കാറുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറയാന്ന് വെച്ചാല് ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പൊ ഹസ്ബൻഡിന്റെ കൊടുക്കലുണ്ട്, വൈഫിന്റെ വാങ്ങലുണ്ട്, തിരിച്ചും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പോയി അവർ സ്വയം നമ്മൾ ആരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. നീ എന്നെ മനസ്സിലാക്കൂ, നീ എന്നെ സ്നേഹിക്കൂ എന്നറിയാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴോ എന്തോ ഒരു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ ആ തിരിച്ചു കിട്ടുന്ന ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി ജെറി കാണിക്കുന്ന തത്രപ്പാടുകൾ ഇതിനകത്തുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ക്ലാര ഇതിനകത്തുണ്ട്. ഇതിനേക്കാൾ ഉപരി നിങ്ങൾ തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ട് തിയേറ്ററിനകത്ത്. ആർ യു എ ഗുഡ് ഹസ്ബൻഡ്, ആർ യു എ ഗുഡ് ഫാദർ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ഓഫീസിന്റെ ടേബിളിൽ ഇരിക്കുന്ന ഫയലുകളോ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ഒന്നുമല്ല നമ്മുടെ ജീവിതം. അതിന്റെയൊക്കെ പുറകില്, അതിന്റെയൊക്കെ പിന്നില് നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഫാമിലി ഉണ്ട്. അതിനൊരു ബോണ്ടിങ് ഉണ്ട്. അതിന്റെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണ്. അത് ഫയൽ കെട്ടി വെച്ചേക്കുന്ന ആ റിബണേക്കാളും അല്ലെങ്കിൽ ആ ത്രെഡിനേക്കാളും സ്ട്രോങ് ആണ് ആ ബോണ്ടിങ് എന്നൊക്കെ തിരിച്ചറിയണം. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റും, ഈ റോഡിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചേക്ക് കാണാം. പോലീസുകാരോ അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റുകാർ HSC എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകാർ എഴുതി വെച്ചേക്കുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ സിവിൽ ഡിഫൻസുകാർ എഴുതി വെച്ചേക്കുന്ന നമുക്ക് കാണാൻ പറ്റും, ഡ്രൈവ് കെയർഫുള്ളി, യുവർ ഫാമിലി ഈസ് വെയിറ്റിംഗ്. അല്ലെ, അത് നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്ത് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ആ ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാമിലിയുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ്
അത്രമാത്രം നമുക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റുന്ന, ഞാൻ എവിടെ എൻ്റെ ലവ്, എൻ്റെ പ്രണയം അല്ലെ എൻ്റെ സ്നേഹം ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എൻ്റെ ലാപ്ടോപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതോ ലാപ്ടോപ്പിന് പുറത്തുള്ള ലോകത്താണ്, അതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. പേഴ്സണൽ ലൈഫിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ motivate ഒട്ടുമിക്ക ഇൻസിഡൻസുകളും ഞാൻ ബേസ് ആക്കിയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അത് അങ്ങനെ തന്നെ വെച്ചിട്ടില്ല. അതെല്ലാം ഇതിൻ്റെ ഉണ്ട്. പക്ഷെ അതിന് ഒരു റെഫറൻസ് ആയിട്ട് മാത്രം ഞാൻ വെച്ചിട്ട് അതിനെ ഒരു വെർച്വൽ ആയിട്ടുള്ള റിയാലിറ്റിയിൽ, ഒറിജിനൽ റിയാലിറ്റിക്ക് പകരം വിർച്വൽ ആയിട്ടുള്ള റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യാന്ന് പറയും, സിംബലൈസ് ചെയ്ത് വെക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ഒരു പരിധി വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ സിനിമ പ്രിവ്യൂ ചെയ്ത ആൾക്കാർ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത്. സിനിമ ഏതായാലും ഇപ്പൊ സെപ്റ്റംബർ 19 റിലീസ് ആവുന്നത്. അതെ. സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്ന് എന്ത് പറയും? അത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരു പ്രത്യേക തരത്തിലുള്ള ലൈഫിന്റെ ഉടമകളാണ്. അപ്പോൾ ആ ലൈഫ് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു പർട്ടിക്കുലർ കർവ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ സ്വന്തം ലൈഫിനെ ഒരു അനാലിസിസിന് വിധേയമാക്കണം. എവിടെയാണ് എൻ്റെ സ്ട്രെങ്ത് ഉള്ളത്, എവിടെയാണ് എൻ്റെ വീക്ക്നെസ് ഉള്ളത്, എവിടെയാണ് ഞാൻ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തേണ്ടത്, എന്താണ് എനിക്ക് ശരിക്കുള്ള ഭീഷണി, എൻ്റെ മക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്തതാണോ, ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടാത്തതാണോ, അത് ഞാനായിട്ട് എന്തെങ്കിലും ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ടോ. ഈ ഒരു അനാലിസിസ്, ഇത്തരത്തിലുള്ളൊരു സ്വാട്ട് അനാലിസിസ് സ്വന്തം ലൈഫിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു സിനിമ കൂടെ ആവട്ടെ ഈ ജെറിയുടെ ആൺമക്കൾ. നിങ്ങളെ തന്നെ തിരിച്ചറിയൂ. നിങ്ങളുടെ ഈ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണറെ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഫയലിലോ അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ജെറിയുടെ ആൺമക്കൾ വെക്കുന്ന രാഷ്ട്രീയം. അത് നിങ്ങൾ നേരിട്ട് കണ്ടറിയൂ, അതും തിയേറ്ററിൽ തന്നെ. ഈ 19 മുതൽ ഞങ്ങൾ ടീമായിട്ട് വരുന്നു ജെറിയുടെ ആൺമക്കൾ. ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് പ്രേം ആണ് നമ്മളോടൊപ്പം എന്നുള്ളത്. അപ്പം സിനിമയിലെ നായക വേഷമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. സുരേഷേട്ടാ നമസ്കാരം. അപ്പം എന്താണ് സിനിമ ഡെപ്പിക്ട് ചെയ്യുന്നത്? സിനിമ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കുറേ ഡയമെൻഷൻസ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ജെറിയുടെ ആൺമക്കൾ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള സിനിമ. നമുക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ നല്ലതല്ലേ പറയുള്ളൂ എന്നൊക്കെ തോന്നാം. നമുക്ക് പറയാനുള്ള പറയുന്നു, നിങ്ങൾക്ക് എടുക്കാനുള്ള എടുക്കുക, കാണുന്നവർ കാണട്ടെ, കാണുന്നവർ കണ്ടിട്ട് അഭിപ്രായം പറയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ റിക്വസ്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെല്ലിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സാധനത്തിനകത്തൊരു സ്റ്റാർഡമില്ല. നമ്മുടെ സെല്ലിംഗ് മെറ്റീരിയൽ കണ്ടന്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടന്റ് മനസ്സിലാവണമെങ്കിൽ പടം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റാർഡം ഉണ്ടെങ്കിൽ കാണാതെ തന്നെ പറയാൻ പറ്റും ഇപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളെ കണ്ടന്റ് മനസ്സിലാവണമെങ്കിൽ കണ്ടന്റ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കാണുക. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിലെ ഒരു പ്രമേയം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്ന ജെറി വീട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന, സ്ട്രെയിഞ്ചറായി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് മക്കളെ വിളിച്ചിട്ട് അമ്മയുടെ ഇട സൈഡും വലത് സൈഡും കിടക്കണം, അമ്മയെ പ്രൊട്ടക്ട് ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞ് ഒരു 4 വർഷമായിട്ട് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ അടുത്ത് പറയുമ്പം സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ എന്ന് പറയുന്നത് ഫോൺ വഴി കുറച്ച് ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു സ്ട്രെയിഞ്ചർ മാത്രമാണ്. അപ്പോൾ അയാൾ വീട്ടിലേക്ക് ഫിസിക്കൽ പ്രസൻസ് വരുമ്പോഴേക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സ്വാഭാവികമായിട്ടും അപ്പം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മയെ സൂക്ഷിച്ചോളണം, അമ്മയെ കാത്തോളണം എന്നാണ്. അപ്പം അപ്പം വന്ന് അമ്മയുടെ അടുത്തിരുന്നാലും അവർ സമ്മതിക്കണമെന്നുണ്ടോ? കാരണം അവർ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം അമ്മയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് കോർ കണ്ടന്റ് എങ്കിൽ പോലും ഇത് ജെറിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തിരിഞ്ഞ് ഇയാളുടെ ജീവിതത്തിലേക്ക് തന്നെ വരികയാണ്. നമ്മുടെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ തന്നെ നമുക്കെതിരെ തിരിയുന്ന. പിന്നെ സ്വാഭാവികമായിട്ടും വന്ന് വരുമ്പോൾ മൂത്ത മകൻ ഇളയ മകനോട് പറഞ്ഞത് ദിസ് ഈസ് മൈ പപ്പ, മീറ്റ് അവർ പപ്പ എന്ന് പറഞ്ഞിട്ട്, ഹലോ പപ്പ എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്ന പോലും. അത് തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറിയുടെ ഒരു മെന്റൽ ഇതുണ്ട്, മെന്റൽ ക്രൈസിസ് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ജെറി ഈ വീട്ടിൽ അപ്പനമ്മ ഭാര്യയുടെ മക്കളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആവുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ കോർ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം സുരേഷേട്ടൻ ഇപ്പം തീർച്ചയായിട്ടും ഇപ്പം പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഇപ്പം ആക്ടിങ്ങിൽ ഡിഗ്രി, സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഡിഗ്രി, അതുപോലെ തന്നെ ഡോക്ടറേറ്റും ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ചെറിയൊരു പുള്ളിയൊന്നും അല്ല. അപ്പോൾ സിനിമയിൽ വന്ന് ഗംഭീര പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാനായിട്ട് സാധ്യതയുണ്ടോ? അല്ല, അത് അങ്ങനെ ഞാൻ വലിയ ഡിമാൻഡൊന്നും ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ ഈ ക്യാരക്ടർ ജിജോ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ട്രെയിൻഡ് ആക്ടറെ കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ളൊരു താല്പര്യം ജിജോ, ഞാൻ ഇതിനകത്ത് ഹീറോ ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് ജിജോയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിജോയെ അഭിചാരിതമായി പരിചയപ്പെട്ട് ജിജോ ഒരു ഫിലിം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ജിജോയുടെ കൺസെപ്റ്റ് എൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ജിജോയുടെ ക്യാരക്ടർ കേട്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. അപ്പം നമ്മൾ നമ്മളെ മേഖല ഇത് ഒരു അറിയാനുള്ള ആഗ്രഹം ആയതുകൊണ്ടും അവൻ്റെ ആക്ടിങ് ആയതുകൊണ്ടും ഞാൻ ജിജോയുടെ അടുത്ത് പറയണം, ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ചിന്തിക്കുന്നത്, ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമല്ലേ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ജിജോ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കേട്ടോണ്ടിരുന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചിട്ട് നമുക്കൊന്ന് ഇരിക്കാമോ,
ഇരിക്കാം. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ജിയോനോട് ചോദിച്ചു, എൻ്റെ ജെറിയാവാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒറ്റ ചോദ്യത്തിലാണ് ഒറ്റ ചോദ്യം. അപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ജിജോ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റാർസിനെ കുറിച്ച് അല്ല, ഇത് സ്റ്റാർസിനെ ചെയ്യുന്നതിലല്ല കാര്യം. കാരണം ഈ സിനിമയുടെ കണ്ടന്റ് എനിക്ക് ഒരു ട്രെയിൻഡ് ആക്ടറിൽ നിന്ന് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ജിജോയുടെ ഇൻപുട്ടുകളും വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ സ്വീകരിച്ചാൽ വളരെയധികം സന്തോഷം. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ജിജോ ചേട്ടനായിട്ടുള്ള ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ജിജോയായിട്ടുള്ള കെമിസ്ട്രിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ജിജോയ്ക്ക് സോളിഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഡയമെൻഷൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ജിജോ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിജോ അത് ആലോചിച്ചിട്ട് പറയും, ഡോക്ടറെ എനിക്കിത് ഇതാണ് വേണ്ടത്. അങ്ങനെ കൃത്യമായ ഡിസ്ക്രിപ്ഷൻ അല്ല, കട്ടൻ റൈറ്റ് ഒന്നുമല്ല. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ജിജോയുടെ ഫോർമേഷനിലേക്ക് എത്തിയിട്ട് ജിജോ തരുന്ന ഇൻപുട്ട് വെച്ചിട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ ജിജോ ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ റീടേക്ക്, ദാറ്റ്സ് എനഫ്. അപ്പോൾ അതുപോലെ മിക്കവാറും ജിജോ ഓക്കെ ആയിരുന്നു. കാരണം നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻ മുതലേ ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തം സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരു ധാരണ ഉള്ളതുകൊണ്ടും ക്യാരക്ടറെ കുറിച്ച് അറിയാമെന്നുള്ളതുകൊണ്ട് ജിജോ ഒരു കാര്യം പറയുമ്പോൾ തന്നെ എനിക്കത് ഇന്ന സ്ഥാനത്ത് പിടിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുമ്പോൾ ജിജോ ഓക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കെമിസ്ട്രി എനിക്ക് തോന്നുന്നു സിനിമയിൽ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. ആ സിനിമയുടെ പോസിറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കെമിസ്ട്രി തന്നെ. സെപ്റ്റംബർ 19 ഇപ്പോൾ സിനിമ റിലീസ് ആവാനിരിക്കുന്നത്. സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർ എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത്? പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ നിങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ഇമോഷൻസ്. ഇപ്പം നിങ്ങളൊരു സീൻ കാണുമ്പോൾ അയ്യോ ഇതെൻ്റെ എൻ്റെ ലൈഫല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഇമോഷനല്ലേ. ഒരു പക്ഷേ ലൈഫ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇമോഷനല്ലേ എന്ന് തോന്നുന്നതായിരിക്കും ഇതിനകത്തുള്ളൊരു പ്രത്യേകത. നമ്മളെപ്പോഴും പറയും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമായി ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത കഥയുമായി ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നതിന് പകരം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു ഇമോഷനായിട്ട് ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു പെക്യുലാരിസം. എന്തായാലും സിനിമ 19 റിലീസ് ആവട്ടെ, വലിയൊരു വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഐശ്വര്യ നമ്പ്യാരാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. സിനിമയിലെ ഹീറോയിനാണ്. നമുക്കപ്പം സിനിമയിലെ മറ്റു വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ, അപ്പം എന്താണ് സിനിമയിലെ വേഷം? എന്താണ് ക്ലാര എന്ന കഥാപാത്രം? അതെ അതെ, ക്ലാര എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ജെറിയുടെ വൈഫായിട്ടാണ് ചെയ്യുന്നത്. ക്ലാര ഒരു ടീച്ചറാണ്. വളരെ സ്ട്രോങ്, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇൻഡിപെൻഡന്റ് ആണോ അത് കുറച്ച് ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം? അല്ല, ഡിപെൻഡ് ചെയ്യുന്നില്ല അധികം. എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് വീട്ടുകാരാണെങ്കിലും സ്കൂളിലെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമ സ്റ്റോക്കർ ആണല്ലേ കന്നഡ ഫിലിം. അതിപ്പോ 2022. അപ്പൊ എങ്ങനെയായിരുന്നു കന്നഡയിലേക്കുള്ള ഒരു ബ്രേക്ക് ത്രൂ? എങ്ങനെയായിരുന്നു? കന്നഡ ആക്ച്വലി ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇത് കന്നഡ മൂവിയുടെ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഞാൻ ചുമ്മാ വെച്ച് നോക്കിയതാ. നോക്കുമ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തു. ലാംഗ്വേജ് ബാരിയർ ഒന്നും വന്നില്ല? ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തമിഴ് അറിയാം, കന്നഡ എനിക്ക് അത്ര അറിയില്ല. അപ്പം പിന്നെ അവർ ഇംഗ്ലീഷിൽ കന്നഡ ലാംഗ്വേജ് നമ്മളിപ്പോ മംഗ്ലീഷ് എഴുതുന്നുണ്ടല്ലോ അതുപോലെ എഴുതി തന്നിട്ട് അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. മലയാളി ആയിരുന്നിട്ട് ആദ്യ സിനിമ കന്നഡയിൽ പോണ്ടി വന്നല്ലേ? പോണ്ടി വന്നില്ലേ, ഒരു മോശമായിട്ട് കാണുന്നില്ല. ബ്രേക്ക് ആണല്ലേ? അതെ അതെ. സിനിമയിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ ഇതിനകത്ത് ഞാനിപ്പം സംവിധായകനോടും ഹീറോയിനോടും ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവരെല്ലാം ഫാദർ സൺ അഫെക്ഷൻ ആണ് കൂടുതലും സിനിമയിൽ പ്രോമിനന്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. അപ്പൊ അതില് ഞാൻ അവരോട് ചോദിച്ചപ്പം ഇതിനകത്ത് ക്ലാരയുടെ കഥാപാത്രത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരുടെ എല്ലാം അഭിപ്രായം പറയുന്നത്. അപ്പം ഐശ്വര്യക്ക് എന്താണ് തോന്നുന്നത് ഇതിനകത്ത് ക്ലാരയുടെ ഒരു ഇമ്പോർട്ടൻസ് റെലവൻസ്? ഞാനൊരു എൻ്റെ അച്ഛൻ പ്രവാസിയായിരുന്നു. അപ്പം എനിക്ക് പല കാര്യങ്ങളും ഇതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ അമ്മ ചെറുതിലെ തൊട്ടേ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്തും വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അതിലും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ക്ലാര. അപ്പം ഈ മൂവിയിൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് മക്കളെ ആക്ച്വലി അമ്മയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. പൊതുവെ ആൺപിള്ളേർക്ക് അമ്മയോടാണ് അറ്റാച്ച്മെന്റ്, പ്രത്യേകിച്ച് അച്ഛൻ പുറത്തും കൂടി ആണെങ്കിൽ. അപ്പം അങ്ങനെ അമ്മയും മക്കളും നാട്ടിൽ പോകുന്നതും അച്ഛൻ ഇടയ്ക്കൊന്ന് നാട്ടിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന കുറെ സംഭവ വികാസങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അതിനകത്ത് പറയണ്ടേ, അതായത് പ്രവാസി ജീവിതത്തിൽ നിന്ന് അച്ഛൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രേഞ്ചർ ഫീലിംഗ് ആണ്. അതാണ് ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയാം. അതെനിക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛൻ ഇടയ്ക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു അപരിചിതത്വം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എനിക്കൊന്ന് സുരേഷ് ചേട്ടനും ജിജോ ചേട്ടനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലോട്ടാണെന്ന് എന്നോട് നേരത്തെ പറയണ്ടേ. അപ്പൊ ഇത് 3 പേർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥ. എനിക്കൊന്ന് പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ എക്സ്പീരിയൻസുകൾ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ലൊക്കേഷനിലാണോ? അടിപൊളിയായിരുന്നു. കാരണം ശരിക്കും ഒരു ഫാമിലി
പോലായിരുന്നു എല്ലാവരും. ആർക്കും ഒരു ജാടയോ ഈഗോയോ ഒരു വിഷയങ്ങളില്ല. എല്ലാവരും ഭയങ്കര കൂളായി ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ജിജു ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചില ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി സാറിന്റെ ഫസ്റ്റ് മൂവിയാണ്, പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളെ പോലെയാണ്. എന്ത് ചെയ്യണം എന്ത് കിട്ടണം എന്നുള്ള കറക്റ്റ് ക്ലാരിറ്റി സാറിനുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാനും ഞങ്ങളിൽ നിന്ന് അത് എടുക്കാനും സാറിന് ഭയങ്കരമായിട്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ സിനിമയുടെ ടീസറിൽ കൃത്യമായിട്ട് ഇപ്പൊ എന്താ പറയാ, ആ കുട്ടിയുടെ ഫാദറിനോടുള്ള അഫെക്ഷൻ ഭയങ്കര വാലിഡ് അല്ലെങ്കിൽ വിവിഡ് ആയിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് സിനിമയ്ക്ക്. അപ്പൊ അതിനകത്തൊരു പേപ്പറിനകത്ത് ഒരു ഹോളൊക്കെ ഇടുന്ന പരിപാടിയൊക്കെ കാണിക്കും. അപ്പൊ അതൊക്കെ എത്തരത്തിലാണ് അത് സിംബലൈസ് ചെയ്യാനായിട്ട്? ആക്ച്വലി അത് ഇടാൻ കാരണം അതിനൊരു സ്റ്റോറി ഉണ്ട് ബാക്കില്. അത് ആക്ച്വലി ഞാൻ പിന്നെ കഥ തീർന്നു. അത് കണ്ട് തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. 19th വരെയല്ലേ. അപ്പൊ അതന്നെ അതിലേക്ക് കടക്കുമായിരുന്നു. സെപ്റ്റംബർ 19th സിനിമ റിലീസ് ആവുന്നത്. സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് ഒരിക്കലും സങ്കടപ്പെട്ട് ഇറങ്ങി പോകേണ്ടി വരില്ല. അത് എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന, അങ്ങനെയല്ല വന്നു പോയല്ലോ എന്ന് വിചാരിച്ചു പോകേണ്ടി വരില്ല. എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ചില സീൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അയ്യോ ഇത് എൻ്റെ അടുത്ത് നടന്നതല്ലേ, ഞാനല്ലേ ഇത്. അതുപോലെ ഒരു ഫീല് ഏതെങ്കിലും ഒരു സീൻസിൽ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സെപ്റ്റംബർ 19th തിയേറ്ററിൽ തന്നെ പോയി കാണും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സിനിമ വലിയൊരു വിജയമാവട്ടെ. താങ്ക് യു. താങ്ക് യു.